ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു പ്രണയകഥയുടെ അവസാനം ഇങ്ങനെയായാൽ എങ്ങനെയുണ്ടാകും? ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന കഥയുടെ ഹൃദയം തകർക്കുന്ന ആ അവസാന വാക്കുകളാണിത്. അപ്പോൾ നമുക്ക് നേരെ ആ കഥയിലേക്ക് കടക്കാം. സുവർണ ഓർമ്മകളും പിന്നെ ഒരുപാട് വെള്ളിക്കണ്ണുനീരും ബാക്കിവെച്ചുപോയ ഒരു പ്രണയബന്ധത്തിന്റെ കഥയാണിത്. ലോല എന്നൊരു അമേരിക്കൻ പെൺകുട്ടിയും ഇന്ത്യയിൽ നിന്നുള്ളൊരു വിദ്യാർത്ഥിയും. അവരുടെ തീവ്രമായ പ്രണയത്തിന്റെ ഓർമ്മകളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. കഥ തുടങ്ങുന്നത് അവരുടെ ആദ്യത്തെ കണ്ടുമുട്ടലിൽ നിന്നാണ്. രണ്ട് വ്യത്യസ്ത ലോകങ്ങൾ. ഇന്ത്യയിൽ നിന്നൊരു ബിരുദ വിദ്യാർത്ഥി, പിന്നെ ലോല എന്ന അമേരിക്കൻ പെൺകുട്ടി. അവരുടെ സംഭാഷണം തുടങ്ങുന്നത് തന്നെ സംസ്കാരങ്ങളെക്കുറിച്ചുള്ള കൗതുകത്തിൽ നിന്നാണ്. നമ്മുടെ കഥാനായകന്റെ പേര് കേട്ടപ്പോൾ ലോളയുടെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു. അവളുടെ കണ്ണുകളിൽ വല്ലാത്തൊരു അമ്പരപ്പും ആകാംക്ഷയും നിറഞ്ഞിരുന്നു. സംസ്കൃതത്തോടും താമരപ്പൂവിനോടുമുള്ള അവളുടെ ആ കൗതുകമില്ലേ, അതുതന്നെയാണ് അവരുടെ ബന്ധത്തിന് ഒരു തുടക്കമിട്ടത്. ഒരു സാധാരണ പരിചയപ്പെടലിനെ എന്തോ വലുതാക്കി മാറ്റിയത് അതാണ്. അവരുടെ ആ ആദ്യത്തെ സംഭാഷണം ഏകദേശം ഇങ്ങനെയായിരുന്നു. ഒരു വശത്ത് കാവ്യാത്മകമായി ചോദ്യങ്ങൾ ചോദിക്കുന്ന ലോല, മറുവശത്ത് ലജ്ജയും അമ്പരപ്പും കാരണം എന്തു പറയണമെന്നറിയാതെ നിൽക്കുന്ന നമ്മുടെ നായകൻ. സ്വന്തം സംസ്കാരത്തെക്കുറിച്ചുള്ള അവരുടെ ചോദ്യങ്ങൾക്കെല്ലാം എനിക്കറിഞ്ഞൂടാ എന്നല്ലാതെ അവന് വേറൊരു ഉത്തരവുമില്ലായിരുന്നു. പക്ഷേ ആ സംഭാഷണത്തിനിടയിൽ അവനെ ശരിക്കും ആകർഷിച്ചത് അതൊന്നുമായിരുന്നില്ല. അവൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ചെറുതായി നാണിച്ച് ചുവക്കുന്നത് അവൻ ശ്രദ്ധിച്ചു. അതുവരെ ഒരു അമേരിക്കൻ പെൺകുട്ടിക്ക് നാണം വരുമെന്നത് അവനൊരു സങ്കല്പം മാത്രമായിരുന്നു. ആ ഒരു കാഴ്ചയാണ് അവനെ ലോലയിലേക്ക് കൂടുതൽ അടുപ്പിച്ചത്. ആ ആദ്യ സംഭാഷണം ശരിക്കും ഒരു തുടക്കം മാത്രമായിരുന്നു. ആ കൗതുകം വളരെ പെട്ടെന്ന് തന്നെ തീവ്രമായൊരു വൈകാരിക ബന്ധമായി മാറി. സാധാരണ സംഭാഷണങ്ങൾക്കപ്പുറം അവർക്കിടയിൽ പറയാതെ തന്നെ പ്രണയം മുട്ടിടുകയായിരുന്നു. അവരുടെ ബന്ധം എത്ര തീവ്രമായിരുന്നുവെന്ന് അവന്റെ ഡയറിക്കുറിപ്പുകൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. ലോലയോടുള്ള അടങ്ങാത്ത ആവേശം അവനെ ഒരു ഭ്രാന്തനാക്കുന്നുവെന്ന് അവൻ തന്നെ അതിലെഴുതി വച്ചിട്ടുണ്ട്. ലേക്ക് ഓഫ് ദ ക്ലൗഡ്സിന്റെ തീരത്തുവെച്ച് ഒരു നിമിഷം അവൻ തന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞു. ആ വാക്കുകൾ കേട്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ മറുപടിയൊന്നും പറഞ്ഞില്ല, പക്ഷേ അവന്റെ കൈകളിൽ ഒന്നുകൂടി മുറുകെ പിടിച്ചു. ആ നിമിഷം അവർക്കിടയിലുള്ള പ്രണയം അവർ പരസ്പരം തിരിച്ചറിയുകയായിരുന്നു. ലോലയുടെ ആ തീവ്രമായ പ്രണയത്തിന് പിന്നിൽ ഒരുപാട് വേദന നിറഞ്ഞൊരു ഭൂതകാലമുണ്ടായിരുന്നു. അവൾക്കേറ്റവും വെറുപ്പുള്ള നഗരമായ ലാസ് വെഗാസിൽ വെച്ച് ലോല തന്റെ ഞെട്ടിക്കുന്ന കുടുംബകഥ അവനോട് തുറന്നു പറഞ്ഞു. ചൂതുകളിച്ചെല്ലാം നശിപ്പിച്ച് ഒടുവിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അച്ഛൻ, വിലകുറഞ്ഞ നടിയും വേശിയുമായിരുന്ന അമ്മ. ആ ഭൂതകാലം അവളുടെ ഉള്ളിലെ മുറിവുകൾ എത്ര വലുതാണെന്ന് അവന് കാണിച്ചു കൊടുത്തു. അവരുടെ ആദ്യത്തെ ചുംബനത്തിനു ശേഷം അവൾ പറഞ്ഞ ഈയൊരു വാചകം മതിയായിരുന്നു അവരുടെ ബന്ധത്തിന്റെ ആഴം മനസ്സിലാക്കാൻ. അത് വെറുമൊരു വാക്കല്ല, അവൾ അവനിൽ അർപ്പിച്ച വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും ഒക്കെ പ്രഖ്യാപനമായിരുന്നു അത്. പക്ഷേ പ്രണയം മാത്രം മതിയോ? ഇല്ല. ഇനിയാണ് കഥയിലെ ഏറ്റവും വലിയ സംഘർഷം വരുന്നത്. അവരുടെ പ്രണയത്തിനു മുന്നിൽ വലിയ മതിലുകളെ പോലെ നിന്ന സാമൂഹികവും സാമ്പത്തികവുമായ പ്രശ്നങ്ങൾ. സത്യത്തിൽ അവർക്കിടയിൽ രണ്ട് ലോകങ്ങളുടെ വ്യത്യാസമുണ്ടായിരുന്നു. അമേരിക്കയും ഇന്ത്യയും. സമ്പത്തും ദാരിദ്ര്യവും, വ്യക്തിപരമായ സ്വാതന്ത്ര്യവും കുടുംബത്തോടുള്ള കടമകളും. അവൻ തന്റെ യാഥാർത്ഥ്യങ്ങൾ ലോലയോട് വിശദീകരിക്കാൻ തുടങ്ങിയപ്പോൾ അവൾ ശരിക്കും ഞെട്ടിപ്പോയി. അവസാനം അവനത് തുറന്നു പറഞ്ഞു. തന്റെ നാട്ടിലെ ദാരിദ്ര്യത്തെക്കുറിച്ച്, അവളെ വിവാഹം കഴിക്കുന്നത് എന്തുകൊണ്ടും നടക്കില്ല എന്നതിനെക്കുറിച്ച്, അവരുടെ പ്രണയത്തിന് ഒരു ഭാവിയുമില്ലെന്ന് അവൻ വേദനയോടെ അവളെ അറിയിച്ചു. അപ്പോ എന്തു ചെയ്യും? അവൻ ഇന്ത്യയിലേക്ക് മടങ്ങുന്നതിന് മുൻപുള്ള അവസാനത്തെ ഒരാഴ്ച, ആ 7 ദിവസം കൊണ്ട് ഒരു ജീവിതകാലം മുഴുവൻ ജീവിച്ചു തീർക്കാൻ അവർ തീരുമാനിച്ചു. സദൻ കാലിഫോർണിയയിൽ അവർ ഒരുമിച്ച് ഒരു മധുവിധു ആഘോഷിച്ചു. പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു താഴ്വരയിൽ വെച്ച് ലോല പെട്ടെന്നൊരു ചോദ്യം ചോദിച്ചു. അതൊരു ചോദ്യമായിരുന്നില്ല, വരാനിരിക്കുന്ന ഒരു വലിയ ദുരന്തത്തിന്റെ സൂചനയായിരുന്നു ആ വാക്കുകൾ. അവൾ ആ സങ്കല്പം തുടർന്നു. അവരുടെ കുഞ്ഞിനെ അവൾ ഒറ്റയ്ക്ക് വളർത്തും. അവൻ അച്ഛനെപ്പോലെ തന്നെ വളർന്നു വലുതാകും. ആ വാക്കുകളിൽ ഒരേ സമയം സ്നേഹവും അതിലും വലിയ വേദനയും നമുക്ക് കാണാമായിരുന്നു. പക്ഷേ ആ ഭാവനയുടെ അവസാനം നമ്മളെ ഞെട്ടിക്കുന്നതായിരുന്നു. ഒരുമിക്കാൻ കഴിയില്ലെങ്കിൽ ആ പ്രണയത്തിന്റെ ഓർമ്മ പോലും തനിക്ക് താങ്ങാനാവില്ല എന്നതിന്റെ ഒരു ഭീകരമായ പ്രഖ്യാപനമായിരുന്നു അത്. അവളുടെ നിരാശ എത്രത്തോളം ആഴത്തിലുള്ളതായിരുന്നുവെന്ന് ആലോചിച്ചു നോക്കൂ. ഇത് പറയുമ്പോൾ അവളുടെ മാനസികാവസ്ഥ എത്രമാത്രം തകർന്നിരുന്നുവെന്ന് വ്യക്തമാണ്. കാരണം മുൻപൊരിക്കൽ മെർലിൻ മൊൺറോയുടെ ആത്മഹത്യയെ ഒരു വിഡ്ഢിത്തമെന്ന് വിളിച്ച അതേ ലോലയാണ് ഇപ്പോൾ പറയുന്നത് താനും ഒരുപക്ഷേ അതേ വഴി തിരഞ്ഞെടുത്തേക്കാമെന്ന്. അങ്ങനെ അവരുടെ അവസാന രാത്രിയെത്തി. തങ്ങളുടെ സമയം കഴിഞ്ഞു എന്നു മനസ്സിലാക്കി ഒന്നും മിണ്ടാതെ അവർ തെരുവുകളിലൂടെ ഒരുമിച്ച് നടന്നു. ഭാവിയൊന്നുമില്ലാത്ത ഒരു വിടവാങ്ങൽ. ആ രാത്രി അവരൊരു കാഴ്ച കണ്ടു.
ഒരു ഇരുണ്ട തെരുവിൽ മദ്യപിച്ചു ലെക്കുകെട്ട ഒരു പെൺകുട്ടിയെ 3 പുരുഷന്മാർ ചേർന്ന് കൊണ്ടുപോകുന്നു. സ്വന്തം ദുഃഖം മറക്കാൻ ശ്രമിക്കുന്ന ആ പെൺകുട്ടിയിൽ ഒരുപക്ഷെ ലോല അവളുടെ ഭാവിയെ തന്നെ ആവാം കണ്ടത്. ലോലയുടെ ഈ ചോദ്യം ശരിക്കും അവളോട് തന്നെയുള്ള ഒന്നായിരുന്നു. ആ അപരിചിതയായ പെൺകുട്ടിയിൽ അവൾ സ്വയം കാണുകയായിരുന്നു. ആ വാക്കുകളിൽ കണ്ണുനീരിന്റെ നനവുണ്ടായിരുന്നു. തീർച്ച. ഒടുവിൽ അവരുടെ ഹോട്ടൽ മുറിയിൽ വെച്ച് അവരാ അവസാന ഉടമ്പടിയിലെത്തി. ഇനി വീണ്ടും കാണില്ല, പരസ്പരം മരിച്ചതായി കണക്കാക്കി പിരിയാനുള്ള ആ തീരുമാനം അവരുടെ ആ തീവ്ര പ്രണയത്തിന് ഒരു ദുരന്തപൂർണമായ അന്ത്യം കുറിച്ചു. ഈ കഥ നമ്മളിൽ ബാക്കി വയ്ക്കുന്ന ഒരു ചോദ്യമുണ്ട്. സാംസ്കാരികവും സാമ്പത്തികവുമായ വേലിക്കെട്ടുകൾ കാരണം ഒന്നിക്കാൻ കഴിയാതെ പോകുന്ന പ്രണയങ്ങൾക്ക് എന്ത് സംഭവിക്കും? അവ ബാക്കി വയ്ക്കുന്നത് സുവർണ ഓർമ്മകളാണോ അതോ തീരാത്ത വെള്ളിക്കണ്ണുനീരാണോ?